റോഡിലെ കുഴി വീണ്ടും മരണക്കെണിയായി. മലപ്പുറം തിരൂരിൽ റോഡിലെ കുഴിയിൽ വീണ് 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശി പള്ളിക്കപ്പറമ്പിൽ ഫൈസൽ ബൾക്കീസ് ദമ്പതികളുടെ മകൾ ഫൈസയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ശിവദാസ് കർമ്മനം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. അതായത് ചമ്രവട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് ഓട്ടോ ഒരു കുഴിയിൽ വീണ BP അങ്ങാടി എന്ന സ്ഥലത്ത് വെച്ചാണ് അവിടെ ഉണ്ടായിരുന്ന റോഡിലെ ഒരു കുഴിയിൽ വീണാണ് ഈ ഗുഡ്സ് ഓട്ടോയിൽ ഉണ്ടായിരുന്ന ഈ കുട്ടി പുറത്തേക്ക് തെറിച്ചു വീണത്. അതായത് ഇവിടെ വലിയ കുഴികളാണ് ഉള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പെയ്ത മഴയിൽ റോഡുകളിലുള്ള കുഴികൾ വളരെ വലിയ ആഴത്തിലുള്ള കുഴികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പരാതി നാട്ടുകാർക്ക് നേരത്തെ തന്നെയുണ്ട്. പലപ്പോഴും മഴ പെയ്യുമ്പോൾ ഈ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ ആഴം കൃത്യമായി മനസ്സിലാക്കാൻ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. ഇന്നലെയും അത്തരത്തിലുള്ള ഒരു അപകടം ആണ് ഉണ്ടായത്. 6 വയസ്സുകാരിയായ കുട്ടി പിതാവ് ഓടിച്ചിരുന്ന ഗുഡ്സ് ഓട്ടോയിൽ നിന്നും തെറിച്ചു വീണാണ് അപകടം ഉണ്ടായത്. അതായത് അപ്രതീക്ഷിതമായി രാത്രി കൂടിയായിരുന്നു, കൃത്യമായ വെളിച്ചം ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി കുഴിയിലേക്ക് ശക്തമായി വീണപ്പോൾ ഈ കുട്ടി ഈ ഓട്ടോറിക്ഷയുടെ സൈഡിൽ ഇരിക്കുകയായിരുന്നു. ആ കുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴുകയാണ് ഉണ്ടായത്. കുട്ടിക്ക് അപ്പോൾ ഗുരുതര പരിക്കേറ്റിരുന്നു. ആദ്യം തന്നെ ജില്ലാ ആശുപത്രിയിലും പിന്നീട് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പിന്നീട് രാത്രി ഏകദേശം 11 മണിയോടുകൂടിയാണ് ഈ കുട്ടി മരിച്ചത്. പിന്നീട് നാട്ടുകാരുടെ പ്രതിഷേധവും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. കാരണം വൈലത്തൂര്, തിരൂര്, തുവക്കാട് തുടങ്ങിയ ഈ തിരൂർ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കുഴികൾ ഉണ്ട്. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്നിട്ടും ഒരു പരിഹാരം നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഈ ഒരു അപകട മരണത്തിന് ശേഷം ഇവിടെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വീണ്ടും നിരത്തിൽ ഒരു ജീവൻ കൂടി, ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൂടി ജീവൻ പൊലിഞ്ഞിരിക്കുന്നു ദേവിക. ശരി.